എന്റെ ശബ്ദം ശ്രവിക്കുന്ന പെങ്ങളെ, നിന്റെ പർദ ബോഡി ഷേപ്പാക്കിയത് എന്തിനാ? പടച്ചവനോട് നിനക്ക് പേടിയില്ലാഞ്ഞിട്ടല്ലേ? അന്യപുരുഷന്മാരെ ആകർഷിക്കുവാൻ നീ വാങ്ങിയ പർദ നിന്റെ ബോഡിക്ക് പാകപ്പെടുത്തിയത് എന്തിനാ പെങ്ങളെ? കറുത്ത പർദ ധരിച്ചിട്ടൊരു തുണ്ടൻ തുണിയെടുത്ത് തലയിലിട്ടിട്ട് നാഴികയ്ക്ക് 40 വട്ടം അത് താഴോട്ടൊഴിഞ്ഞു പോകുന്ന തുണി എന്തിനാ മോളെ നീ അബായയോടൊപ്പം നിന്റെ തലയിൽ വെച്ചിരിക്കുന്നത്? ആരെ കാണിക്കാനാ? പ്രിയപ്പെട്ട പൊന്നു പെങ്ങളെ, നിനക്കൊരു മക്കനെ ധരിക്കാനുള്ള ഈമാൻ എവിടെ പോയി? നിന്റെ ഇസ്ലാമിക ചൈതന്യത്തിന്റെ വസ്ത്രമാകുന്ന പർദ നീ ധരിക്കണം. ഒരു കറുത്ത ലോഹ ധരിക്കാനല്ല ഇസ്ലാം പഠിപ്പിച്ചത്. നിന്റെ ശരീരത്തിന്റെ ഭാഗങ്ങളെയും അതിന്റെ വണ്ണവും വർണ്ണവും ആരും അറിയാൻ പാടില്ല എന്നാ മോളെ ആ നിയമം. അതുകൊണ്ട് നീ കേവലമായി ടെസ്റ്റ് ട്യൂബിൽ ഇട്ടതുപോലെ തെരുവിലൂടെ നടക്കുമ്പോ അന്യപുരുഷന് കാണാൻ വേണ്ടിയുള്ള വസ്ത്രം ധരിക്കാൻ പാടില്ല. നിന്റെ തലയിൽ നിന്ന് ആ തുണ്ടൻ തുണിയൊന്ന് മാറ്റിവെച്ചിട്ട് ഒരു മക്കനെ ധരിക്കുമോളെ. നീ എവിടുന്ന് നല്ല മനോഹരമായ പർദ ധരിച്ചിട്ട് തെരുവിലിറങ്ങിയിട്ട് ബസ് കാത്തു നിൽക്കാൻ നേരം നിന്റെ കഴുത്തിലുള്ള 10 പവന്റെ മാല എന്തിനാ മോളെ നീ പുറത്തിട്ട് നടക്കുന്നത്? അന്യപുരുഷന്മാരെ ആകർഷിപ്പിക്കുവാനല്ലേ? ഇതാണോ ഇസ്ലാം പഠിപ്പിച്ചു തന്ന സംസ്കാരം? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളോട് ഹൃദയത്തിന്റെ ഭാഷയിൽ ഓർമ്മപ്പെടുത്തട്ടെ, അല്ലാഹുവിനെ ഓർത്ത് ജീവിക്കുമോളെ. നിന്റെ മനസ്സിലെ വിചാരമുണ്ടല്ലോ, നീ രാവിലെ ഹോസ്പിറ്റലിൽ പോകാൻ ഇറങ്ങാൻ നേരം നീ നിന്റെ സീക്രട്ട് മുറിയിൽ നിന്നുകൊണ്ട് വസ്ത്രം ധരിക്കുമ്പോ നിന്റെ പർദയ്ക്ക് അവിടെയും ഇവിടെയുമൊക്കെ തുന്നി പിടിപ്പിച്ചിട്ട് ബോഡി ഷേപ്പാക്കിയിട്ടെടുത്തിടുമ്പോ നിന്റെ മനസ്സിലുള്ള പൈശാചിക വിചാരം അറിയുന്ന റബ്ബുണ്ട് മോളെ. നീ വഴിവക്കിലൂടെ നടന്നു പോകുന്ന സമയത്ത് ആടിക്കുഴഞ്ഞ് നടക്കുന്ന നേരത്ത് നിന്റെ മനോവിചാരങ്ങളെയും ശരീരചലനങ്ങളെയും അറിയുന്ന നാഥനുണ്ട് മോളെ. അതുകൊണ്ട് ഹബീബുൽ വറാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പത്നിമാര് ഉമ്മഹാത്തുൽ മുഅ്മിനീൻ റളിയല്ലാഹു അൻഹുന്ന ജീവിച്ചതുപോലെ ഒന്ന് ജീവിക്കാൻ ഒരുങ്ങുമോളെ. അറിയുമോ സഹോദരി, സൗന്ദര്യമില്ലാഞ്ഞിട്ടല്ല ആയിഷ ബീവി തെരുവിലിറങ്ങാഞ്ഞത്, വിജ്ഞാനമില്ലാഞ്ഞിട്ടല്ല വേദിയിൽ കയറാഞ്ഞത്, അവിടുന്ന് വൈജ്ഞാനിക സാരഥ്യമില്ലാത്തത് കൊണ്ടല്ല പ്രസംഗം നടത്താഞ്ഞത്. ആയിഷ ബീവിയെ പോലെ ബുദ്ധിയുള്ള പെണ്ണ് വേറെ ഉണ്ടോ? അതുപോലെ സൗന്ദര്യമുള്ളവര് വേറെ ഉണ്ടോ? ഇല്ല. പക്ഷേ ആയിഷ ബീവി ഒരു തെരുവിലേക്ക് ഇറങ്ങിയില്ല. ആയിഷ റളിയല്ലാഹു അൻഹ ഒരു തെരുവിലും അലഞ്ഞില്ല, ഒരു വേദിയിലും പ്രത്യക്ഷപ്പെട്ടില്ല, ഒരു മുദ്രാവാക്യത്തിനും ഇറങ്ങിയില്ല, ഒരു പിക്കറ്റിങ്ങിനും മുന്നിൽ നിന്നില്ല.